ഒരു ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പലപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടുചെന്നെത്തിക്കും. മുന്നണിയുടെയും സർക്കാരിന്റെയും നയങ്ങളിൽ നിന്ന് ഒരാളും വ്യതിചലിക്കാൻ പാടില്ല. ആ നയം ലംഘിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിന്റെ നയസമീപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തസ്തികകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയണം. ഇടതുപക്ഷ രാഷ്ട്രീയ നയസമീപനങ്ങൾ ജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാകരുത്. വാചകങ്ങൾ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവിൻ്റേതാണ്. ജനയുഗത്തിൽ വന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടേതാണ്. CPI അവരുടെ മുഖപത്രത്തിലൂടെയും പിന്നീട് പരസ്യമായും പറഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. അങ്ങനെയെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രം അജിത് കുമാറിനെതിരെ നടപടിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന് മാത്രമാണോ? അൻവറിന് മാത്രമാണോ? മാധ്യമങ്ങൾക്ക് മാത്രമാണോ? CPIക്കുള്ളത് കൂടിയാണോ? ഒരു ഘടകകക്ഷിക്കുള്ളത് മറ്റ് ഘടകകക്ഷികൾക്കുള്ളത് കൂടിയാണോ? പാർട്ടിയിലെ അതൃപ്തർക്ക് കൂടിയാണോ? മറുപടി ആർക്കൊക്കെ എന്നതാണ് ചോദ്യം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. ചർച്ചയിൽ CPIയിൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്നും അനിൽ അക്കര, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം CPM പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് K അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ദീർഘനേരം നീണ്ടുനിന്ന വാർത്താ സമ്മേളനം, ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ വാർത്താ സമ്മേളനം, അതിൽ PV അൻവർ എന്ന ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിക്കളയുകയല്ലേ? അങ്ങനെ തള്ളിക്കളയുമ്പോൾ PV അൻവറിന് ഇനി എന്താണ് സ്ഥാനം? ഓണം കഴിഞ്ഞാണല്ലോ നമ്മളിരിക്കുന്നത്. ഓണമെന്ന് പറയുന്നത് മഹാബലി എന്ന കേരള ചക്രവർത്തിയെ വാമനം വന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയുമായി ബന്ധപ്പെട്ടാണ്, മിത്താണത്. തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി ഈ കേരളത്തെ ഒന്നാകെ 3.5 കോടി മനുഷ്യരെ ജീവനോടുകൂടി കുഴിച്ചിടുന്ന പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന നുണയാണ് കേരളത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എന്തായിരുന്നു നിറഞ്ഞാട്ടം? മുഖ്യമന്ത്രി അതല്ലേ ആദ്യം ചോദിച്ചത്. ഒരു പ്രധാനപ്പെട്ട നുണ എന്താണ്? സർക്കാർ ചിലവിൻ്റെ കണക്ക് വിവരം പുറത്തുവിട്ടു. ആരാ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇന്നത്തെ ദിവസമെങ്കിലും സർക്കാർ അങ്ങനെ ചിലവിൻ്റെ കണക്ക് വിവരം പുറത്തുവിടത്തക്ക വിധം ആരെങ്കിലും സർക്കാരിനോട് ചോദിക്കുകയോ അങ്ങനെ പുറത്തുവിടുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ ആർജവത്തോടെ എത്ര മാധ്യമങ്ങൾ തയ്യാറായി? ഇതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം. ഞങ്ങളൊരു കടലാസ് കിട്ടി. ആ കടലാസ് എന്തിൻ്റെതാണെന്നും എവിടുന്ന് കിട്ടിയതെന്നും വായിച്ചു നോക്കുന്നവർക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനൊരു തലക്കെട്ട് വരുന്നത്? സർക്കാർ ചിലവിൻ്റെ കണക്ക് വിവരം പുറത്തുവിട്ടു. എന്നിട്ട് സംഭവിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ അതേ ഓർഡറിൽ തന്നെ താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്നില്ല. കാരണം ഈ വിഷയത്തിൽ താങ്കൾ ആരോപിക്കപ്പെടുന്ന രീതിയിലല്ല ഞാൻ ചർച്ച നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അതിൽ പറയുന്ന ആരോപണ വിധേയ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും എൻ്റെ ചർച്ചയില്ല. ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കണക്ക് എന്ന രൂപത്തിലൊരു ചർച്ച നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിന് ദയവ് ചെയ്ത് സമയം കളയരുത്. നമ്മുടെ വിഷയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാനത് വ്യക്തിപരമായിട്ടല്ലല്ലോ. പക്ഷേ ഈ ശബ്ദം ആരുടേതാണ്? സർക്കാർ ചിലവിൻ്റെ കണക്കുവിവരം പുറത്തുവിട്ടുന്നൊരു ശബ്ദം ആരുടേതാണ്? ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. അത് ഇൻസ്റ്റയിലൂടെ പായുന്നുണ്ടല്ലോ. വേറൊരു മാധ്യമപ്രവർത്തകർ പറഞ്ഞു, എൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപയുടെ ചിലവിൽ അടക്കം ചെയ്യേണ്ടതില്ല. വേറൊരാൾ പറഞ്ഞല്ലോ. ഇതെല്ലാം ഇന്ന് കേരളം അതെല്ലാം മറന്നു പോകരുത്. കാരണം ഇൻസ്റ്റയിലൂടെ ഞങ്ങൾ കേരളത്തിൽ കൊള്ളക്കാരിറങ്ങിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊള്ളക്കാരിറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന CPMൻ്റെ ഓരോ പ്രവർത്തകനും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തവരാണ്. ഞങ്ങളുടെ പ്രവർത്തകർ വയനാട്ടിൽ പോയി അധ്വാനം നടത്തിയത് വേറെ കാര്യം. CPMും CPMൻ്റെ വർഗബഹുജന സംഘടനകളും മാത്രം ഒരു 50 കോടി രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കള്ളന്മാരായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ എല്ലാം ഈ ശബ്ദം വെച്ചിട്ട് ഞങ്ങളെ എത്രത്തോളം കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടുത്തെ UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ വർഗീയവാദികളും പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. 1.25 മണിക്കൂർ എടുത്ത് സംസാരിച്ച കാര്യമാണല്ലോ. അതിലൊരു വ്യക്തത ആത്മാർത്ഥതയുള്ളവർ മാപ്പ് ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. ദയവ് ചെയ്ത് നമുക്ക് വെറും 1 മണിക്കൂറാണുള്ളത്. ശ്രീ അനിൽകുമാർ,
വെറും ഒരു മണിക്കൂറിനകത്ത് എൻ്റെ വിഷയം ഞാൻ പറയട്ടെ. എന്നോട് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം. ഒന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, രണ്ട് അൻവർ പറയുന്ന പത്രസമ്മേളനം ഉണ്ടാകും. ഇതാണ് ഞാൻ കേട്ടത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുമ്പോൾ ശ്രീ അനിൽകുമാർ എന്തിനാണ് വെറുതെ ഞാൻ പറയുന്ന വിഷയം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് എന്നോട് പറഞ്ഞത്. വിഷയമാണ് നമ്മുടെ വിഷയം. അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് നമ്മുടെ വിഷയം. അതിലേക്ക് വരൂ. ഞാൻ പറയൂല്ലോ, ദയവായി കേൾക്കൂ. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി ഇന്ന് ഏറെ നേരമെടുത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു, നിങ്ങളെ പോലീസിലെ ക്രിമിനലിനെ നന്നാക്കാൻ നടക്കുകയാണ്. നിങ്ങൾ ഒരു ADGP അദ്ദേഹം നിയമപരമായി പ്രവർത്തിക്കുന്നില്ല, പോലീസിൽ ക്രിമിനലുണ്ട്, കുഴപ്പക്കാരുണ്ട്, അവരെല്ലാം നന്നാക്കാൻ നടക്കുന്ന നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബേസിക്കലായിട്ട് നിങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത് അതല്ലല്ല, നിങ്ങളാണ് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ PV Anwariന് വേറെ പറയാം, PV Anwariന് വേറെ പറയാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, മാധ്യമങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ താല്പര്യം കൊണ്ട് പറയുകയാണ്. നിങ്ങൾ കേരള സമൂഹത്തിനകത്ത് ഞാൻ ക്ലാസ് എടുക്കാനല്ല വന്നത്. എന്നാൽ പിന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ പ്ലീസ്. ഞാൻ ക്ലാസ് എടുക്കാനല്ല വന്നത്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാനല്ലേ, നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ളവരുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ വേദിയിൽ നിന്ന് നിറഞ്ഞാടിയിട്ട് ഞങ്ങൾ കുറേ പേര് കള്ളന്മാരും കൊള്ളക്കാരും, ആര് ഒരു വെള്ളി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാത്ത BJPക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാം ദിവ്യന്മാർ. ഒരു വെള്ളി രൂപ ഈ കേരളത്തിന് ഇതേവരെ നൽകാൻ തയ്യാറാകാത്ത മോദിയുടെ രാഷ്ട്രീയം, വിശുദ്ധ രാഷ്ട്രീയം, ഇത് നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ വ്യാജമായൊരു കഥയുണ്ടാക്കി എന്ന കാര്യം ഈ സമൂഹത്ത് നിൽക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ 100 മിനിറ്റിനകത്ത് 60 മിനിറ്റ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത് കേരളത്തിൻ്റെ വികസനത്തെ തകർക്കുന്ന ഈ വിദ്രോഹ സഖ്യത്തിനെതിരായിട്ടാണ്. ആ സഖ്യത്തിൽ നിങ്ങളുമുണ്ട്, മാധ്യമങ്ങളുണ്ട്, അതിൽ ക്രിമിനൽ പ്രവർത്തനമുണ്ട്. ആ ക്രിമിനൽ പ്രവർത്തനമടക്കം കേരള സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നു. പറയട്ടെ. അതെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്താണ്? നമുക്ക് 140 MLA-മാരുണ്ട്. ഒരു MLA പരാതിപ്പെടുക, ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതിപ്പെട്ടു, ആ ഉദ്യോഗസ്ഥനെ മാറ്റി. നിങ്ങൾ കേരളത്തിലൊരു MLA ഏത് IAS-കാരനെ കുറിച്ച് പരാതിപ്പെടാം, IPS-കാരനെ കുറിച്ച് പരാതിപ്പെടാം, ഉടനെ മാറ്റാൻ പറ്റുമോ? ഒരു മന്ത്രിയെക്കുറിച്ച് പരാതിപ്പെട്ട മന്ത്രിയെ മാറ്റാൻ പറ്റുമോ? പ്രശ്നം എന്താണ്? നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ട്. നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പോലെ കേരള സർക്കാരിന് പ്രവർത്തിക്കാനാവില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ, ഒരു കടലാസ് കിട്ടിയപ്പോൾ സർക്കാർ ചെലവിൻ്റെ കണക്ക് പുറത്ത് വിട്ടു എന്ന് നിങ്ങൾ എതിർഭാഗത്തോട് ചോദിച്ചില്ല. അതാണ് മുഖ്യമന്ത്രി നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്. എതിർഭാഗത്തോട് ചോദിക്കാതെ ഇങ്ങനൊരു കള്ളം നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എതിർഭാഗത്തുള്ള ഉദ്യോഗസ്ഥനോട് ചോദിക്കണം. ഈ ആക്ഷേപത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ ആരാ ചോദിക്കേണ്ടത്? അയാളുടെ മേലെയുള്ള ആൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാവും. എന്താണ്? പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൊണ്ട് മാത്രം കാര്യം നടക്കൂല. വസ്തുതാപരമായ തെളിവുകൾ വേണം. ഉന്നയിക്കുന്ന ആൾക്ക് തെളിവ് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അതിൽ കൂടുതൽ വിശദീകരണം വേണം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട PV Anwar MLA അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ്ടും പോലീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ്. ഇതിനിടയ്ക്കൊരു സംഭവം നടന്നു. എന്താണ് സംഭവം? ചില വസ്തുതകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കേരളത്തിൻ്റെ DGP തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിർദ്ദേശം നൽകി. അത് കേരള സർക്കാർ അംഗീകരിച്ചു. അപ്പം നിങ്ങൾ വാർത്ത കൊടുത്തു, അയ്യോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അപ്രകാരം ഒരു ഫയൽ അങ്ങോട്ട് പോയിട്ട് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല കേട്ടോ. എന്താ സത്യം? എന്താണ്? IPS-കാരടക്കമുള്ളവരുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതിയിലൂടെ ആ ഫയൽ പോകണം. ആ രീതിയിലൂടെ ഫയൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസങ്ങൾ വരാം. സർക്കാർ ആഫീസ് അവധിയൊക്കെ വരുമല്ലോ. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാരിനില്ല. ശരി, ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വഴിവിട്ടൊരു കാര്യം പറയാം. വഴിവിട്ടൊരു കാര്യം ജീവിതത്തിൽ നേരെ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആർജവം കേരളത്തിലെ പത്രമാധ്യമങ്ങളെ, ഈ നാട്ടിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും പരസ്യമായി മുഖാമുഖം നിന്ന് ഇങ്ങനെ ആർജവത്തോടെ പറയാൻ തൻ്റെ ഇടം ആ മനുഷ്യനുണ്ടായത് അദ്ദേഹത്തിൻ്റെ മേലെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും കെട്ടിയുണ്ടാക്കുന്ന ഒരു നുണയും
ആ മനുഷ്യന്റെ മേലെ ചെല്ലില്ല എന്ന ആർജവം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. ഇത് ഇവിടുത്തെ പ്രതിപക്ഷമോ ഇതിവിടുത്തെ മാധ്യമങ്ങളോ കൊണ്ടുവന്ന വാർത്തയിലല്ല മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായത്. ഭരണകക്ഷി MLA നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ, അതിലാണല്ലോ മുഖ്യമന്ത്രി വിശദമായി പ്രതികരിച്ചത്. എന്നോട് പറയാമായിരുന്നല്ലോ, പാർട്ടിയോട് പറയാമായിരുന്നല്ലോ, എന്നിട്ട് എന്തിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്? എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊരു ശബ്ദരേഖ മാന്യമല്ലാത്ത രീതിയിൽ പുറത്തുവിട്ടത്? ഇതാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അതിനുശേഷം ഇതാ വീണ്ടും വാർത്താ സമ്മേളനം PV അൻവർ നടത്തിയിരിക്കുന്നു. PV അൻവർ പറയുകയാണ്, ഈ കള്ളക്കടത്തിന്റെ പങ്ക് പറ്റുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുപോലും അദ്ദേഹത്തിന് സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു 7 മണിയോട് കൂടിയ വാർത്താ സമ്മേളനത്തിലാണ്. അത് താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ഒപ്പമുണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും, അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല. അതായത് PV അൻവറിനെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് വേണമെങ്കിൽ ആ വാചകങ്ങളെ വായിക്കാം. മറുപടിയുണ്ടോ PV അൻവറിന്? ഇവിടെ PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിലോ PV അൻവറും LDFും തമ്മിലുള്ള തർക്കമായിട്ട് തന്നെ കാണേണ്ട കാര്യമില്ല. ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനത്ത് LDF സർക്കാർ എന്ത് ചെയ്യണം? PV അൻവർ അല്ല, ഒരു പ്രതിപക്ഷ MLA ആണ് ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു തെറ്റിനോടും സന്ധി ചെയ്യേണ്ട കാര്യമില്ല. പ്രശ്നം എന്താണ്? ബഹുമാനപ്പെട്ട PV അൻവർ അവസാനം പറഞ്ഞിടത്താണോ കാര്യം നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു, മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ള സ്വർണത്തിൻ്റെ വേട്ട നടക്കുന്നു കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ശരാശരിയേക്കാൾ കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്ന ജില്ലയായി മലപ്പുറം മാറി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ PV അൻവർ എന്താണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്? അത് കേരള പോലീസ് പിടിച്ചാലുടനെ കസ്റ്റംസുകാരെ ഏൽപ്പിച്ചേക്കണം. കസ്റ്റംസുകാരാണ് ഈ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ കസ്റ്റംസുകാർ പിടിക്കാതെ വഴിയിലേക്ക് വിടുന്നത്. കസ്റ്റംസുകാർ പിടിക്കാതെ വഴിയിലേക്ക് വിടുന്നത് കേരള പോലീസ് തോണ്ടിയെടുത്തിട്ട് നേരെ കസ്റ്റംസിന് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന പുതിയ നിർദ്ദേശം അദ്ദേഹം വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടി വരും, കേരളം ചർച്ച ചെയ്യേണ്ടി വരും. ഇത്തരം ചർച്ചകളൊക്കെ നാളെ നടക്കുന്ന ഓർത്ത് ഞങ്ങളാരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? നിയമവാഴ്ചയുള്ള സംസ്ഥാനത്ത് ശരിയായി ഈ കാര്യങ്ങൾ നടക്കട്ടെ എന്നല്ലേ. അതിൽ രഹസ്യത്തിൻ്റെ പ്രശ്നം എന്താ? മുന്നണിയുടെ പ്രശ്നം എന്താ? പാർട്ടിയുടെ പ്രശ്നം എന്താ? നമുക്കെന്താ വേണ്ടത്? കേരളത്തിലെ പോലീസിൽ തെറ്റുകാരുണ്ടാവരുത്. 108 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ പോലീസിൻ്റെ മുഴുവൻ ജോലിക്കാരും CPM എന്ന് പറയുന്നതൊക്കെ വെക്കുന്നവരാണോ? ഏറ്റവും അവസാനം വന്നൊരു വാർത്ത കാണാം. അരിയിൽ ഷുക്കൂർ വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ DYSP, അതുപോലെ ഫൈസൽ വധക്കേസ് അന്വേഷിച്ച DYSP സുകുമാരൻ എവിടെ പോയിരിക്കുന്നു? ഇപ്പോൾ BJP അംഗത്വമെടുത്തിരിക്കുന്നു. ഏത് സുകുമാരൻ? ഓർക്കുന്നില്ലേ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പ്രത്യേകമായി കട്ടപ്പാരയായിട്ട് വന്ന് പീഡനം നടത്തിക്കൊണ്ടിരുന്ന സുകുമാരൻ. സഖാവ് MP ജയൻ ചോദിക്കുന്നു കേട്ടില്ലേ? സുകുമാര, ആ കട്ടപ്പാര എവിടെയുണ്ടെന്ന് ചോദിക്കുന്നില്ലേ? ആ സുകുമാരൻ BJPയിൽ പോയിരിക്കുക. അതുകൊണ്ട് കേരളത്തിലെ പോലീസിനകത്ത് മുഴുവൻ ആളുകളും ഇത്തരത്തിൽ എല്ലാവരും CPM ഓഫീസിൽ നിന്ന് വെച്ചവരാണ്, പാർട്ടിക്കാരാണ്. അങ്ങനൊന്നും പറയണ്ട. കാണിക്കുന്ന ഏതൊരാളെയും നിയമത്തിന്റെ വഴിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്ന RSSുമായി മണിക്കൂറുകൾ ചർച്ച നടത്തുന്ന ഒരു ADGPയെ കുറിച്ചൊരു വിമർശനം ഉണ്ടാകാമല്ലോ, ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാമല്ലോ. കണ്ടില്ലല്ലോ. അതിലും DGPയുടെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യല്ലേ. രാഷ്ട്രീയ പ്രതികരണം കണ്ടില്ല. സെൻകുമാറിനെ വിമർശിച്ച വാക്കുകൾ ADGPയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായി കണ്ടു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞാൻ തൃപ്തിയോടെയാണ് ഇത് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാർട്ടിയുടെ അഭിപ്രായം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു അല്ല, അതെ, മുഖ്യമന്ത്രി പറയാത്തതിന് കാരണം ദയവായി മനസ്സിലാക്കൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് ഗവൺമെന്റിന് വേണ്ടിയാവണം. പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറി. പാർട്ടിക്ക് അതിനോട് യോജിപ്പില്ല, അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. അതുകൊണ്ട് മാത്രമാവില്ല നടപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? നിയമാനുസരണമായിരിക്കും നടപടി. 10 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്ന BJPക്കാർ, RSSകാർ, നമ്മുടെ നാട്ടിലെ IASകാരെ മാത്രമല്ല, IPSകാരെ മാത്രമല്ല, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെയും ചുമന്നുകൊണ്ട് പോവുക. സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിൽ ചെന്നിട്ട് ഗണേശ പൂജ നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിലാണ് നിങ്ങൾ ഞെട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ADGP അജിത് കുമാർ കാണിച്ചത് നല്ല കാര്യം എന്നല്ല എൻ്റെ അഭിപ്രായം.
പ്രധാനമന്ത്രി ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയെ പോലും കളങ്കപ്പെടുത്തുന്ന ഒരു RSSകാരനുള്ള ഇന്ത്യ രാജ്യത്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഞെട്ടുകല്ല. ഇടതുപക്ഷ ഗവൺമെൻറ് നിയമപരമായി അതിന് പരിഹാരമുണ്ടാക്കും. അതാണ് സഖാവ് പിണറായി ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമപരമായിട്ടേ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയൂ. ആഗ്രഹത്തിനൊത്ത് ചാടിക്കയറി പ്രവർത്തിക്കാനാവില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇക്കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും. അത് പാർട്ടി സെക്രട്ടറി അല്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇന്നിപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമപരമായ സാധ്യത എന്തൊക്കെയുണ്ട് എന്നാണ് കൃത്യമായും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ, മുഖ്യമന്ത്രിയുടെ മറുപടികൾ, യഥാർത്ഥത്തിൽ ഇത് PV അൻവറിന് മാത്രമുള്ള മറുപടിയായിട്ടാണോ കോൺഗ്രസ് കാണുന്നത്, അതോ പ്രതിപക്ഷത്തിന് മാത്രമുള്ള മറുപടിയായിട്ടാണോ കാണുന്നത്? അല്ല, ഇന്ന് മുഖ്യമന്ത്രി വളരെ സമയമെടുത്ത് വാർത്താ സമ്മേളനം നടത്തിയത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, കേരളത്തിലെ മാധ്യമങ്ങളെ നശീകരണ ആയുധം എന്ന് വിളിക്കാൻ വേണ്ടി, അത് നേരിട്ട് വിളിക്കാൻ വേണ്ടിയും, മറ്റൊന്ന് PV അൻവറിനെ തള്ളിപ്പറയാനും P ശശിയെയും അതുപോലെ തന്നെ ADGPയും ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരേ സമയം ഒരു ഭാഗത്തെ തള്ളിപ്പറയാനും ഒരു ഭാഗത്തെ തനിക്ക് അനുകൂലമായ ഭാഗത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ന്യായീകരണ തൊഴിലാളിയുടെ കൃത്യമായ വേഷമാണ് മുഖ്യമന്ത്രി എടുത്തത്. ഇവിടെ ഞാൻ അനിൽകുമാറിൻ്റെ സംഭാഷണം വളരെ കൃത്യമായി കേൾക്കുകയായിരുന്നു. ഇവിടെ ഒരു MLA, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ MLA, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കും, അത് MLA-മാരുടെ ഉത്തരവാദിത്വം രീതിയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഭാഗമെന്ന രീതിയിൽ പറഞ്ഞ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? PV അൻവർ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്ത് പറഞ്ഞത് ശരിയായില്ല. ആ പുറത്ത് പറയുന്നതിന് പകരം അദ്ദേഹം അത് പാർട്ടിക്കകത്ത് പറയണം, അതല്ലെങ്കിൽ അത് രഹസ്യമായി പറയണം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ കൃത്യമായതിനുള്ള മറുപടി PV അൻവർ തന്നെ പറഞ്ഞു. നിരവധി തവണ ഇത് സൂചിപ്പിക്കേണ്ട സ്ഥലത്ത് സൂചിപ്പിച്ചാൽ തന്നെ പ്രതിയുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ ഇത് P ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഗവൺമെൻറ്റിനെ യോജിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായി ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് പൂഴ്ത്തിവെക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട, സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ P ശശിയുടെ കൂടി പങ്കന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത്, അത് നമുക്ക് ഒരു കാലത്തും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചല്ല. കാരണം എന്താണ്? ഒരു MLA പരസ്യമായി പറഞ്ഞത് ശരിയല്ല, അത് രഹസ്യമായി വയ്ക്കണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. മുഖ്യമന്ത്രി എന്ന രീതിയിൽ പറഞ്ഞത് ശരിയായില്ല, വളരെ കറക്റ്റ് അല്ലേ? രണ്ടാമത് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനത്തിൽ വാർത്താ മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ, ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി പറയുന്ന വാക്കുകൾ, ആ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി P ശശിക്കെതിരെ അന്വേഷണം നടത്താൻ തയ്യാറാകണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അന്വേഷണവുമില്ല. വേറൊരു കാര്യം കൂടി ശ്രീ അനിലക്കര, മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്, നിയമവിരുദ്ധമായ ആവശ്യങ്ങളുമായി എത്തുന്നവരെ തടയാറുണ്ട് P ശശി എന്നാണ്. അതായത് ഇങ്ങനെയും വായിക്കാം, PV അൻവർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനാണോ P ശശിയെ സമീപിച്ചത് എന്നും വേണമെങ്കിൽ വായിക്കാം എന്ന രൂപത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്. അല്ല, അതാണ് ഞാൻ കൃത്യമായി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ P ശശിയെക്കുറിച്ചും PV അൻവറിനെ കുറിച്ചും പറഞ്ഞത് സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ്. ഒരു സർക്കാരിന്റെ തലവൻ പറയേണ്ട വാക്കുകളല്ല പറഞ്ഞത്. ഈ രാജ്യത്ത് സ്വർണം പൊട്ടിക്കൽ നടക്കുന്നു, സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ അരാജകത്വം ഉണ്ടാകുന്ന രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന കാര്യങ്ങൾ, അത് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിഷയം പറയുമ്പോൾ അത് രഹസ്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് പറയണം എന്ന രീതിയിൽ പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, പിണറായി വിജയൻ മാത്രമല്ലല്ലോ. അപ്പം അത് വളരെ ഗുരുതരമായ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭരണഘടനാ വിദഗ്ധൻ ഇത് കേട്ടാൽ സ്വമേധയാ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന് അധികാരത്തിൽ തുടരാൻ പോലുമുള്ള ഇതില്ല. നമ്മുടെ രാജ്യത്ത് ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് നമ്മുടെ ഓർമ്മയിലുണ്ട്.
അപ്പോൾ വളരെ കൃത്യമാണ്, മുഖ്യമന്ത്രി ആരെയോ ഭയക്കുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഉത്തരമാണ് പി ശശിയെ സംരക്ഷിക്കുന്നതും അഡീഷണൽ ADGPയെ സംരക്ഷിക്കുന്നതും. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തുമായി പി കൃഷ്ണദാസ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായാലും DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഉള്ളൂ അതിന്മേലായാലും നടപടി. അതിൽ ഒരു രാഷ്ട്രീയ വിമർശനത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടിയായിട്ടാണോ അതിനെ വിശദീകരിക്കുക? അല്ല, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും ഒരു കേരളത്തിൽ ചർച്ചയാകേണ്ട വിഷയം തന്നെയല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളെ കണ്ടു, അത് BJP ആവട്ടെ, RSS ആവട്ടെ, മറ്റേതെങ്കിലും സംഘടന ആവട്ടെ, അതിൻ്റെ ആളുകളെ കണ്ടു, സംസാരിച്ചു എന്നുള്ളതൊന്നും കേരളത്തിലൊരു വലിയ ചർച്ചയാകേണ്ട വിഷയമല്ല. ഇത് ചർച്ചയാക്കിയതാരാണ്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ, ചർച്ചയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ, ഈ സർക്കാരിൻ്റെ കടുകാര്യസ്ഥതയ്ക്കെതിരായി, സർക്കാരിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന തെറ്റായ നടപടികൾക്കെതിരായി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി എല്ലാം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ നിന്ന് വഴിതിരിച്ചു വിട്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ? അപ്പോൾ വിഷയങ്ങൾ അജണ്ട നിശ്ചയിച്ച് BJPയിലേക്ക് തിരിച്ചുവിട്ട് ഇതിലെന്തോ മഹാപാതകം നടന്നിരിക്കുന്നു എന്ന് ചർച്ച ചെയ്തത് BJP അല്ലല്ലോ, ഞങ്ങളല്ല. ഇതിനുള്ള വഴിയൊരുക്കിയത് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുന്നത് ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അൻവർ ഉന്നയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ. അൻവർ ഉന്നയിച്ചത് അങ്ങനെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളല്ല ശ്രീ അനിൽകുമാർ. കേരളത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അനിൽകുമാറിൻ്റെ മറ്റൊരു വേവലാതി ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായ വലിയ ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, അനിൽകുമാർ, ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചത് BJP ആണ്. ഈ വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നത് BJPയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളാണ്? ഇതെല്ലാം കൊണ്ടുവന്നത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. ആ വിഷയങ്ങളാണ് കേരളത്തിൽ ഉദാഹരണമായി പറയുന്നത്. കേന്ദ്ര സഹായം ചോദിച്ചതുമായി ബന്ധപ്പെട്ട മെമ്മറാണ്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചത്. NM പിയേഴ്സണിലേക്ക് പോവുകയാണ്. പിയേഴ്സൺ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നു. അതോടൊപ്പം P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യവുമായി വരുന്നവരെ തടയുന്നുണ്ട് P ശശി എന്ന് പറയുമ്പോൾ അത് അൻവറിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം വരാം. ADGPയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്തുമായി ADGPക്ക് ബന്ധം എന്നുള്ളതായിരുന്നു. സ്വർണ്ണക്കടത്ത് ശരിയായി അന്വേഷിക്കുന്ന പോലീസിന്റെ മനോവീര്യം തകർക്കാനുള്ള ശ്രമം, സ്വർണ്ണക്കടത്തിനെ അനുകൂലിക്കുന്നവരുടെ നിലപാട് എന്നുകൂടി പറയുമ്പോൾ അതിലേക്ക് കൂടിയാണ് PV അൻവർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന സംശയം തോന്നുന്ന തരത്തിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആർക്കൊക്കെയുള്ള മറുപടിയാണ് ശ്രീ NM പിയേഴ്സൺ? കാരണം ഈ വിഷയം ഏറ്റവും അധികം പിടിക്കുകയും പരസ്യമായും അകത്തും പുറത്തുമൊക്കെ പ്രതികരിക്കുകയും ലേഖനം എഴുതുകയും ചെയ്തിട്ടുള്ളത് CPI ആണല്ലോ. അല്ല, മുഖ്യമന്ത്രി ഇത്രയും നാള് നിശബ്ദത പാലിച്ചു എന്നുള്ളത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ശരിയായ നിലപാടായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. കാരണം ഒരു വിഷയം സങ്കീർണമാക്കുക, അത് ഏറ്റവും കുളമാക്കുക, അതിനുശേഷം അതിനെല്ലാം മറുപടി പറയാൻ നടക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? അതിനൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ഇത് വളരെ നേരത്തെ തന്നെ ഈ മറുപടികളെല്ലാം നൽകാൻ കഴിയുമായിരുന്നു. ഒന്ന്. രണ്ട്, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാനും അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ നിർവഹിക്കപ്പെടാതെ പോയ കുറെ ദിവസങ്ങളാണ് നമ്മൾ ഈ ചർച്ചകൾ മുഴുവനും നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കൽ എന്ന് പറയുന്ന വളരെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം. അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ശരിക്കും. ആ രാഷ്ട്രീയ പ്രശ്നത്തിന് 5 മാസക്കാലമായിട്ടും അവധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്നുള്ളതാണ്. എനിക്ക് മാത്രമല്ല, കേരളത്തിൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അവിടെ മത്സരിച്ച സുനിൽകുമാർ എന്ന് പറയുന്ന CPI നേതാവിന് തീരെ മനസ്സിലായില്ല എന്ന് ഇന്നലെയാണ് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചത്. കാരണം വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് വിവരാവകാശ രേഖ നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് മറുപടി ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഈ അസംബന്ധ നാടക വേദി പോലെ ഇതിനെയെല്ലാം മാറ്റി തീർക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്സ് എപ്പോഴും ശരിയായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള മറുപടികൾ എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്ക് തന്നെയാണ് വേണ്ടത്. അത് പക്ഷെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇന്നെല്ലാത്തിനെയും അദ്ദേഹം ന്യായീകരിക്കുമ്പോൾ ശരിയാണ്, സ്മൃതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇത് ആർക്കൊക്കെയുള്ള ഉത്തരമാണ് എന്ന് ചോദിച്ചാൽ അത് CPIക്കുള്ള ഉത്തരമാണ്. ലേഖനമെഴുതിയ CPIയുടെ നേതൃത്വത്തിന് എതിരെയായിട്ടുള്ള ഒരു ഉത്തരമാണ്, അല്ലെ അവർക്ക് നൽകുന്ന മറുപടിയാണ്. അതുപോലെ തന്നെ അൻവറിനെതിരെ നൽകപ്പെടുന്നതായിട്ടുള്ള ആരോപണം മാത്രമല്ല, അൻവറിനെതിരെ നൽകപ്പെടുന്നതായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുന്ന സമയത്ത് അൻവറാണ് മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കലിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്നതെന്നും അതിൽ തടസ്സം വരുന്നതിന്റെ ഫലമായിട്ടാണ് അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന സൂചന അതിനകത്തുണ്ട്. രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ അൻവർ സമീപിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ്, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചാൽ നന്ന് എന്ന ഒരു മുന്നറിയിപ്പും ഭീഷണിയും യഥാർത്ഥത്തിൽ അതിനകത്തുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉത്തരം നൽകപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ ഇതിനകത്ത് പാളിച്ചകളുണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരങ്ങൾ ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല, നൽകപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വർണം പൊട്ടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഈ DGP അന്വേഷിക്കുകയാണല്ലോ, അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയമായ ആരോപണത്തിനുള്ള മറുപടി കൂടി വേണ്ടതല്ലേ? ഈ RSSുമായി ADGP കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിഷയം, അതാണ് ഏറ്റവും ശക്തമായ CPI ഉന്നയിച്ചത്, RJD ഉന്നയിച്ചത്. പുറത്ത് പ്രതികരിക്കുന്നു. അവിടെ D. രാജ അടക്കം ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നു, കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ചർച്ചയാകുന്നു എന്ന രീതിയിൽ പ്രതികരിക്കുന്നു. അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവർക്ക് ഇന്ന് മറുപടി നൽകുമ്പോൾ നാളെ ഇവരെങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കുക? കാരണം ഈ ഒരു നിലപാട് അറിയിക്കുന്നു, ആ നിലപാട് നിങ്ങളുടെ നിലപാട് തെറ്റായിരുന്നു, നിങ്ങൾ ഉന്നയിച്ച കാര്യം തെറ്റായിരുന്നു, നിങ്ങൾക്ക് മറുപടിയില്ല എന്ന് കൂടിയല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പ്രതികരണം ഇപ്പോഴും അദ്ദേഹം നടത്തിയിട്ടില്ല. ADGP RSS കൂടിക്കാഴ്ചയിൽ ഒരു മറുപടി നൽകിയിട്ടില്ല യഥാർത്ഥത്തിൽ. അതെ, അത് അനിൽകുമാറിന്റെ ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ മറുപടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്, പാർട്ടിയുടെ മറുപടിയല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമായി തന്നെയാണല്ലോ. രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇതിൽ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നത്തിന് ഉത്തരം നൽകേണ്ടത് ആവശ്യമാണ്. കാരണം ADGP എന്തിനാണ് RSS നേതൃത്വത്തെ കണ്ടത് എന്നുള്ളത്. RSS നേതൃത്വത്തെ ADGP കാണുന്നത് നേരത്തെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം പൊളിറ്റിക്കൽ വിഷയങ്ങളല്ലേ. CPM ഭരിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രിസഭ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രിസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും CPMന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. അതിനാണ് CPMനെ തെരഞ്ഞെടുക്കുന്നത്. BJP ആണ് ഭരിക്കുന്നതെങ്കിൽ BJPയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യം, അതാണ് രാഷ്ട്രീയ ഇച്ഛ എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി രാഷ്ട്രീയ നേതൃത്വം നൽകേണ്ടത്. മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിന്റെ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം നൽകേണ്ടതാണ്. ഒരു RSSകാരന് എന്തിനാണ് ഈ ഗവൺമെന്റിന്റെ ADGP, പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ളതായിട്ടുള്ള ADGP കാണുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും നൽകപ്പെടണം. അതെന്തായിക്കൊള്ളട്ടെ, അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള ഇടപാടിനാണ് കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ കാണാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ സർക്കാർ അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആർക്കും അതിനകത്ത് പ്രശ്നങ്ങളില്ല. അത് RSS ആയിട്ട് മാത്രമല്ല, ആരുമായിട്ടും ഏത് തരത്തിലുള്ളതായിട്ടുള്ള സംഘടനകളുമായിട്ട് കാണാനായിട്ട് അവർ അനുവാദം കൊടുക്കുന്നുണ്ട് എങ്കിൽ അതുവരെ തുടർന്നിരുന്നായിട്ടുള്ള നയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് അത് നമുക്കറിയാം. എന്തിനാണ് ഇവർ ഓരോരോ പ്രത്യേക ഉദ്യോഗസ്ഥരെ ഇവർ അധികാരത്തിലെത്തുന്ന സമയത്ത് മാറ്റി മാറ്റി സ്ഥാപിക്കുന്നത്? BJP മാറ്റുന്നുണ്ട്, കോൺഗ്രസ് മാറ്റുന്നുണ്ട്, CPM മാറ്റുന്നുണ്ട്, ആര് വന്നാലും ഇവരൊക്കെ മാറ്റുന്നുണ്ട്. എന്തിനാണ് മാറ്റുന്നത്? അവരുടെ താല്പര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വെഹിക്കിൾസ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവിടെ
ഇവിടെ നടന്നിരിക്കുന്ന പ്രവർത്തനത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയ ദൂതാണ് യഥാർത്ഥത്തിൽ ADGP നിർവഹിക്കപ്പെട്ടതെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരം തന്നെയാണ് അതിന് വേണ്ടത്. അത് മുഖ്യമന്ത്രി പറയേണ്ടതാണ്, പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ CPM സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവാണല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ CPM അനുകൂലികൾ തന്നെ മുഖ്യമന്ത്രിയുടെ പോലീസ് നയത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. PV അൻവറിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ പാർട്ടി അനുഭാവികളിൽ നിന്ന് തന്നെ പരസ്യമായി പിണറായി വിജയൻ വിമർശനം നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായാലും പ്രശ്നമില്ല, താൻ നിലപാടിൽ നിന്ന് മാറുകയില്ല. അതായത് പോലീസ്, ആഭ്യന്തര വകുപ്പ്, പോലീസുമായി ബന്ധപ്പെടുന്ന വിമർശനങ്ങൾ, ആ വിമർശനം ഉന്നയിക്കുന്നവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടൊരു വാർത്താ സമ്മേളനം. അപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണോ, ബോധ്യപ്പെടുത്തുകയാണോ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും പാർട്ടി സമ്മേളനങ്ങളുമായി ഒരു ബന്ധമില്ല. പാർട്ടിക്കകത്ത് എല്ലാ ചർച്ചകളും ദീർഘനേരം കേൾക്കുകയും സഹിഷ്ണുതയോടെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മറുപടി പറയുകയും ചെയ്യുന്ന ആർജവമുള്ള മുഖ്യമന്ത്രിയാണ് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾക്ക് മറുപടി പറയാനോ പാർട്ടി സഖാക്കളോട് മറുപടി പറയാനോ സഖാവ് പിണറായി വിജയന് മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി നടത്തില്ല എന്നാണോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൃത്യമായി നടത്തും. വിഷയം എന്താണ്? വിഷയം RSS ADGP വിഷയം എന്താണ്? കൃത്യമായ രാഷ്ട്രീയ പ്രതികരണം നടത്തുമല്ലോ. അത് തന്നെയാണ്. അതെങ്ങനെയാണ് രാഷ്ട്രീയമാകുന്നത്? മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ ADGP വിട്ടു എന്നല്ലേ സതീശൻ പറയുന്നത്. ഇതേ സതീശൻ മുമ്പ് പറഞ്ഞ നുണ എന്തായിരുന്നു? കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിക്കാൻ ബെഹ്റ പോയി എന്നാണ് തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സതീശനെ ആ വഴിക്ക് കണ്ടില്ല കേട്ടോ. നമ്മളാരും തെളിവ് ചോദിച്ചിട്ടില്ല. സതീശൻ എന്തും പറയാം. ഗോൾവാക്കറുടെ ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയിട്ട് സതീശൻ നടക്കുകയാണ്. നമ്മളാരും സതീശനോട് ചോദിക്കത്തില്ല. പിന്നെ KG മാരാരുടെ പാഴായ പരീക്ഷണം അവിടെ നിൽക്കട്ടെ. ജയറാം പടിക്കലിൻ്റെ ആ ജീവിതകഥ ഇന്ന് വായിച്ചത് രാഷ്ട്രീയ മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട സ്മൃതിക്ക് തോന്നിയില്ലേ? നമ്മൾ ഏത് രാഷ്ട്രീയ കളരിയിലാണ് പഠിച്ചത്? ജയറാം പടിക്കലിൻ്റെ ആ ജീവിത കഥ മനസ്സിലാക്കുന്നവർക്ക് അറിയത്തില്ലേ രാഷ്ട്രീയ മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ അറിയാമെന്ന്? താങ്കൾ എന്തിനാണ് ഈ പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഇവിടെ CPI, ഇവിടെ RJD നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ CPI എത്ര തവണ ഇക്കാര്യത്തിൽ വ്യക്തത വേണം, കേരളത്തിന് അറിയാൻ ഉത്കണ്ഠയുണ്ട് എന്ന് ബിനോയ് വിശ്വം പറയുന്നു, RJD പറയുന്നു, അവിടെ അതാ D രാജ പറയുന്നു, ആനി രാജ പറയുന്നു. ഇതൊക്കെ ഇല്ലേ? ഘടകകക്ഷിയോട് മറുപടി പറയൂ. അതുകൂടെ പറയാം. അത് മറുപടി പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കേൾക്കേണ്ടത്, ഈ സന്ദർശനം ഉണ്ടായത് 2013 മെയ്യിലാണ്. മാസപ്പടി കേസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാനാണ് സന്ദർശനം എന്നാണല്ലോ സതീശൻ്റെ ബുദ്ധി. ആ ബുദ്ധി ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചോണം. കാരണം എന്താണെന്നറിയോ? ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്ന ജൂൺ 30 പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടിൻ്റെ വേണ്ടി 1.5 മാസക്കാലം മുമ്പ് അല്ലെ അരമാസക്കാലം മുമ്പ് ADGPയെ RSകാരനെ കാണാൻ പറഞ്ഞു വിട്ടു എന്ന് സതീശനെ പോലുള്ള ബുദ്ധിയില്ലാത്തവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റെടുക്കണോ? അത്ര പോലും മാധ്യമപ്രവർത്തകർക്ക് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ തലയില്ലെന്നാണോ കാണുന്നത്? ഇത്ര വിഡ്ഢിത്തങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖമടച്ച് മറുപടി പറഞ്ഞു. തെറ്റായ ഒരു കാര്യത്തിനും എനിക്ക് വേണ്ടി ഒരാളും ദൗത്യം പോകില്ല. മറുപടി പറയട്ടെ. CPI നേതാക്കൾ അനിലക്കര ഒരു തെറ്റ് പറഞ്ഞു. തെറ്റ് പറഞ്ഞ എന്താണ്? ADGPയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ADGPയെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന ഒരു വരി കാണിച്ചു തന്നാൽ ഞാൻ മാപ്പ് പറയാം. ഒരു മിനിറ്റ് ശ്രീ അനിൽകുമാർ, അങ്ങനെ തോന്നിക്കുന്ന വാചകങ്ങളുണ്ട്. ഒരു മിനിറ്റ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് കേൾക്കൂ അനിൽകുമാർ, കേൾക്കൂ. സ്വർണ്ണക്കടത്തുമായി ADGPക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണല്ലോ PV അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, അല്ലേ? അപ്പോൾ അതിനെന്താണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്? സ്വർണ്ണക്കടത്ത് നന്നായി അന്വേഷിക്കുന്ന പോലീസിന്റെ മനോവീര്യം തകർക്കാനുള്ള നടപടി അല്ലേ? അവിടെയാണ് ADGPക്ക് പിന്തുണ. അവിടെ കേൾക്കൂ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ അത് അവസാനിപ്പിക്കാം. ADGPയുടെ പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് ഇന്നലെ ഉത്തരവിടുകയും ഉദ്യോഗസ്ഥന്മാരുടെ പേര് പുറത്തുവരികയും ചെയ്യുന്ന ദിവസത്തിൽ
ADGPയെ കേരള മുഖ്യമന്ത്രി ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ആ വാർത്ത അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെ മനസ്സിലാക്കാഞ്ഞിട്ടാണ്, അല്ലെ കള്ളം പറയുകയാണ്. 2, ADGP അല്ല മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. ADGP അല്ല മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. ADGP അല്ല ഈ സ്വർണം പിടിച്ചത്. സ്വർണം പിടിച്ചാരാ? മലപ്പുറത്തെ പോലീസാ. ആ പോലീസ് കേരളത്തിലാകെ പിടിക്കുന്ന പോലീസിനേക്കാൾ കൂടുതൽ സ്വർണം മലപ്പുറം ജില്ലയിലെ പോലീസ് പിടിക്കുന്നു. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അൻവറിൻ്റെ ആരോപണവുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ അൻവറിന് അതിൻ്റെ വ്യത്യസ്തമായ വസ്തുതകൾ തരാം. അത് ബഹുമാനപ്പെട്ട അൻവർ കൊണ്ടുവരൂ. ഇതല്ലേ കേരള സർക്കാർ പറയുന്നത്. അത് നിങ്ങൾ DGPക്ക് കൈമാറിയാൽ ആ കൈമാറുന്നതിനകത്ത് ഏത് വസ്തുത അങ്ങനെയാണോ? അൻവർ കൊണ്ടുവരുന്ന ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ, അൻവർ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചു. ശരി, നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ശരി, ആ അന്വേഷണം നടക്കുന്നു. ശരി, അന്വേഷണം നടക്കുന്ന സമയത്ത് എന്തിനാണ് ADGPയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്? അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതാണ് പോലീസിനെതിരായ ആരോപണത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുന്നത്? എന്തിനാണ്? ഇന്നിപ്പോൾ PV അൻവർ പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ഈ വിജിലൻസിൽ വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ വിജിലൻസിൽ വിശ്വാസമില്ല. ഈ മരം വെട്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം കള്ളത്തരമാണെന്ന് പറയുന്നു. എന്ത് റിപ്പോർട്ടാ കൊടുക്കുകയെന്ന് ഇപ്പോൾ തന്നെ അറിയാമെന്ന് അൻവർ പറയുന്നു. പിന്നെന്താ കാര്യം? ദയവായി കേൾക്കൂ. ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആരുടെ കയ്യെ പിടിച്ചിട്ടില്ല. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നിരിക്കട്ടെ, അതിന് വ്യത്യസ്തമായ വസ്തുതകളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരാമല്ലോ. ആർക്കും പുറത്തു കൊണ്ടുവരാമല്ലോ. കേരളത്തിലെ പോലീസ് അഭ്യർത്ഥിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട അൻവർ ആകട്ടെ മറ്റുള്ളവരാകട്ടെ, നിങ്ങൾ കേരള പോലീസിനെ സഹായിക്കൂ, സർക്കാരിനെ സഹായിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട ഏത് വസ്തുതയും കിട്ടിയാൽ ആ വസ്തുതകൾ അന്വേഷണത്തിൽ കാണും, നീതി കൊടുത്തിരിക്കും. ബഹുമാനപ്പെട്ട അൻവർ ഇന്ന് വൈകുന്നേരം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? കേരള പോലീസ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കണ്ട, കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റംസുകാർ ഇങ്ങനെ ആളുകളെ തുറന്നു വിട്ടിരിക്കുകയാണ്. ആ കള്ളക്കടത്ത് നടത്തിയിട്ട് അവർ വഴി തുറന്നു വിട്ടിരിക്കുകയാണ്. എല്ലാം ഗ്രീൻ ചാനലാണ്. അങ്ങനെ BJPക്കാർ തുറന്നു വിട്ടിരിക്കുന്നിടത്ത് കേരള പോലീസ് പിടിച്ചല്ലോ. 200 തവണയാണ് ഈ കരിപ്പൂരിൽ നിന്ന് പിടിച്ചത്. പോലീസ് പിടിച്ച സ്വർണം എവിടെയാണ് ഉരുക്കുന്നത്? ഏത് തട്ടാനെ കൊണ്ടുപോയിട്ടാണ് ഉരുക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചാൽ പലതും തെളിയുമെന്ന് കൂടി അൻവർ പറയുന്നുണ്ട്. അത് ആരന്വേഷിക്കും? ശ്രീ അതൊക്കെ തെളിവുണ്ട്. ബഹുമാനപ്പെട്ട സ്മൃതിയോട് പറയാം. സ്മൃതിയാ, നിങ്ങളൊരു കേസിനകത്ത് എന്താ നടക്കുന്നത് സ്മൃതിക്ക് മനസ്സിലായിട്ടില്ലേ? ഒരു കേസിനകത്ത് സ്വർണം ഉരുക്കുന്നുണ്ടെങ്കിൽ ഉരുക്കുന്നത് ആരാണെന്ന് അതിലെ സാക്ഷി മഹസറുണ്ട്. ആ കേസിലെ മഹസറിൽ ഓരോ കേസും ഒറ്റത്തട്ടാനല്ല ഉരുക്കുന്നത്, പലരാണ് ഉരുക്കുന്നത്. അത് സാക്ഷി മഹസറുണ്ട്. അത് പരിശോധിക്കാം, വീണ്ടും പരിശോധിക്കാം. ആരുടെ സംശയം തീർക്കാൻ പരിശോധിക്കാം. അതും പരിശോധിക്കാമല്ലോ. സാമ്പത്തിക വളർച്ച അത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാധ്യമങ്ങളോട് പറയല്ലേ വേണ്ടത്. കേരള സർക്കാരിനോടും കേരള പോലീസിനോടും പറയണം. മുഖ്യമന്ത്രി ഓഫീസിലല്ല പറയേണ്ടത്. അതിന് അതല്ലേ DGPയുടെ മുന്നിൽ വഴി തുറന്നിട്ടിരിക്കല്ലേ. ശ്രീ അനിൽകുമാർ, എന്താണ് കളയാത്തത്? അത് നിങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങൾ ആരെയും കളയാനോ ഉൾക്കൊള്ളാനോ അല്ല. ഞങ്ങൾ സത്യത്തിലേക്കുള്ള യാത്രയിൽ ആര് വന്നാലും അവരോടൊപ്പമാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആർജവത്തോടെ. ഇതിനു മുമ്പ് സഹിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എന്താണ് അൻവറിനോട് ഇത്രയ്ക്കും ഒരു സഹിഷ്ണുത, ക്ഷമ? എന്തായിരിക്കാം കാരണം? ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. 8.5 കൊല്ലക്കാലത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആയിരക്കണക്കിന് തവണ അഭിനന്ദനങ്ങളെ തന്നിട്ടുള്ളൂ, എല്ലാ വകുപ്പിനെ സംബന്ധിച്ചും. അതിൽ നിന്ന് വ്യത്യസ്തമായ ആഖ്യാനം മാധ്യമങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA തന്നെ സംശയം ഉയർത്തിയാൽ അദ്ദേഹത്തിന്റെ വായ പൊത്തലല്ല LDF രാഷ്ട്രീയം. പോലീസ് അനുഭവം അല്ല, പറഞ്ഞോട്ടെ. സഖാക്കള് പറയുന്നത് സ്മൃതിയെ കൂടെ ഇരുത്തിയാന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നന്നായി. സ്മൃതി ആ സമ്മേളനങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം, ആഗ്രഹമൊക്കെ കൊള്ളാം. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ സെറ്റപ്പ് അനുസരിച്ച് നടക്കത്തില്ല. പാർട്ടി വിരുദ്ധർക്ക് ഞങ്ങളുടെ സമ്മേളനത്തിൽ വന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സ്മൃതി അത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ഭരണകക്ഷി MLAയുടെ വായ പൊത്തി ഈ വിഷയം പരിഹരിക്കുകയല്ല LDF നയം. അദ്ദേഹം പറയാവുന്നിടത്തോളം കാര്യങ്ങൾ പറയാവുന്നിടത്തോളം ഉച്ചത്തിൽ പറയാവുന്നിടത്തോളം കാര്യങ്ങൾ ഉറക്ക പറയട്ടെ. ഞങ്ങൾ തലകുനിക്കുന്നില്ല. ഉറക്ക പറയട്ടെ. അത് കേരളത്തിന്റെ പോലീസിന് മുന്നിൽ പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കേരളത്തിലെ പോലീസ്
അന്വേഷണ റിപ്പോർട്ട് തരുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് വെല്ലുവിളിക്കുകയാണ് PV അൻവർ. കണ്ടിരുന്നോ അനിൽകുമാർ? അത് ആ PV അൻവർ ഇവിടെ കണ്ടതെങ്ങനെയാണ്? അദ്ദേഹം ഇവിടെ വന്നതെങ്ങനെയാണ്? അദ്ദേഹം നിങ്ങളുടെ താരാട്ടുപാട്ടി വന്നതല്ലല്ലോ. ഇന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റും ഇന്റർവ്യൂ ചക്കപ്പുഴത്തിൽ ഈച്ച പൊതിയുന്ന പോലെ ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ, സ്നേഹത്തോടെ വിളിക്കുന്ന കാണുന്നുണ്ടല്ലോ. മുമ്പ് അങ്ങനല്ലല്ലോ. അപ്പൊ അതൊക്കെ തന്നെ നിങ്ങളുടെ താളങ്ങളും താളപ്പുഴകളും ഒക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാം. ഞങ്ങൾക്ക് നയം വ്യക്തമാണ്, വ്യക്തികളല്ല, നയം വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെറ്റായ ഒരു കാര്യത്തിനും സന്ധിയില്ല, തെറ്റായ ഒന്നിനോടും സന്ധിയില്ല. ചോദിക്കുന്നത് താങ്കൾ തന്നെ പറഞ്ഞു, സുകുമാരൻ BJPയിൽ നിന്ന് ചേർന്ന ദൃശ്യങ്ങളും വിവരങ്ങളും താങ്കൾ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ആഞ്ഞു നിൽക്കുന്ന ഡിവൈഎസ്പി ഇപ്പോൾ ADGP ആയി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് RSS ബന്ധം ആരോപിക്കപ്പെടുമ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കും ബോധ്യമായതാണ്. ഞങ്ങൾ പ്രതിരോധിക്കുന്നില്ല. അല്ല, മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. രണ്ടു തിന്മകൾക്കിടയിൽ ഏറ്റവും കുറവ് തിന്മകളെ സ്വീകരിക്കുക, അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. DGPമാരെ എടുക്കുമ്പോൾ ADGPമാരെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 3 പേരെ കാണാം. അതാണ് പറയുക. അന്നേരം ഉണ്ടായിരുന്ന കുറഞ്ഞ തിന്മ എടുത്തു. ആ തിന്മയേക്കാൾ കൂടുതൽ തിന്മയുണ്ടെന്നൊരു അന്വേഷണത്തിൽ വന്നാൽ ആ തിന്മയ്ക്കൊപ്പം ഇല്ല ഞങ്ങൾ. ഇതാണ് നയം. അത് ഞങ്ങൾ റിപ്പോർട്ട് വരുന്നത് വരെ, നിയമപരമായത് നമ്മുടെ മുന്നിൽ വരുന്നത് വരെ കേരള സർക്കാർ പോലീസ് എന്ന് പറഞ്ഞ പിന്നെന്താ? പോലീസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഭാഗമല്ലേ? പോലീസ് എന്ന് പറഞ്ഞാൽ ആ പോലീസിനെ വ്യക്തികളെന്ന നിലയ്ക്കല്ല, സംഘടിതമായി നന്മയുടെ വഴികളിൽ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് വയനാട്ടിലും കോവിഡ് കാലത്തും ജനമൈത്രി പോലീസിലും ഇടതുപക്ഷം തെളിയിച്ചത്. അത് വ്യക്തിപരമായിട്ട് മാത്രമല്ല, അവരെ നന്മയുടെ വഴിയിൽ കൂട്ടായി സഞ്ചരിക്കാൻ കേരളത്തിലെ LDFന് കഴിയും. എന്നാൽ അവരിൽ വ്യക്തിപരമായി തിന്മയുള്ളവരുണ്ട്, തിന്മയേറുന്നവരുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള വിവേകം, ശക്തിയും കേരളത്തിലെ LDF സർക്കാരിനുണ്ട്. RJD ഒന്ന് ബോധ്യപ്പെടുത്തുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരും ചർച്ച ചെയ്ത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് സർക്കാർ നടപ്പാക്കുക. LDFന്റെ കാര്യത്തിൽ ഒരു സംശയവും അവർക്കില്ല. അവർക്കില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാനിതിനെ അവർക്കില്ലാഞ്ഞിട്ടാണോ ജനകീയത്തിൽ ലേഖനം എഴുതിയത്? പ്രകാശ് ബാബുവിന്റെ ലേഖനം താങ്കൾ വായിച്ചില്ലേ? അത് അവകാശമുണ്ടല്ലോ. എന്തിനാണ് ആ പാർട്ടിയുടെ നയം പരസ്യമാണ്. ആ പാർട്ടിയുടെ നയം പരസ്യമാണ്. അത് അവരുടെ അവകാശമാണ്. ആ അവകാശം അവർ പ്രകടിപ്പിക്കണം. കൂട്ടായ്മയാണ് തീരുമാനമെടുക്കുന്നത്. LDFന്റെ കൂട്ടായ്മയാണ് തീരുമാനം. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഇടതുമുന്നണി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നല്ലേ ആവശ്യപ്പെട്ടത്? ഒരു സംശയവുമില്ല. ഇന്നത്തെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത ഒരാളെയും നിലനിർത്തില്ല എന്ന് മാത്രമല്ല, ചത്ത എലിയെ എടുത്തെറിയുന്നത് പോലെ എറിയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ നിശ്ചയാധികാരം, ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിലും പണയം വെക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. ആ ആർജവം ഞങ്ങൾക്കുണ്ട്. മാധ്യമങ്ങളോട് ഞങ്ങൾക്കുള്ള നിലപാട് എന്താണോ അതേ നിലപാട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്. അവരിൽ നിന്നും ഒരു പ്രത്യേക പ്രതിഫലം ഞങ്ങളാരും സ്വീകരിക്കാറില്ല, സ്വീകരിച്ചിട്ടുമില്ല. അതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ശരി, ശ്രീ അനിൽ അക്രം മറുപടി നൽകാം. ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ സ്ഥിതിക്ക് അതിനുകൂടി മറുപടി ചുരുക്കി. അല്ല, വളരെ അവസാനത്തെ വാക്കുകളാണ് കറക്റ്റ്. നമുക്കറിയാലോ, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും പൊതുഭരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ അൾട്ടർ ഫെയിലിയർ ആണ് എന്ന് തെളിയിച്ച നാളിലൂടെ കടന്നു പോവുകയാണ്. അത് ചെയ്യേണ്ടത് ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെയാണ്. ചത്ത എലിയെ എടുത്തെറിയുന്നത് പോലെ എറിയേണ്ട സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്നാണ് ഏറെ ദയനീയമായ കാര്യം. നമുക്കറിയാലോ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശിവശങ്കരന്റെ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ പ്രതിയായ ലൈഫ് മിഷൻ കേസ് വിജിലൻസ് പോലീസ് അന്വേഷിച്ചു. ആ കേസ് എവിടെയായി മിസ്റ്റർ അനിൽകുമാർ? നിങ്ങളൊന്ന് പറഞ്ഞേ, ആ കേസ് എന്തായി? ആ കേസിന് ആരെങ്കിലും സ്റ്റേ കൊടുക്കാൻ പോയോ? പരാതി കൊടുക്കാൻ പോയോ? ആ കേസ് എന്തായി? ആ കേസിന്റെ ചാർജ് കൊടുക്കാനോ ആ കേസ് മുന്നോട്ട് പോകാനോ നിങ്ങൾ കഴിഞ്ഞോ? ഞാൻ ദീർഘമായ വിഷയത്തിലേക്ക് പോവുകയില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയന്ത്രിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ CPM സഹയാത്രികനായ കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു IAS ഓഫീസറുടെ ഗതി നമ്മൾ കണ്ടതാണ് ആ വിഷയത്തിൽ. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മീഡിയേറ്ററുമായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ ഈ പറയുന്ന ADGP അജിത് കുമാർ
കേരളത്തിന്റെ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ സ്ഥലം മാറ്റിയത് നമ്മൾ കണ്ടു. ശരി. എന്നാൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ അനിൽകുമാർ എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന PV അൻവർ ഉറക്കെ പറയട്ടെ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? ശരി, ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് PV അൻവർ പറയുന്നുണ്ട്. എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം പറയിക്കും എന്നുള്ളത് നമുക്ക് കാണാം. വളരെ നന്ദി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അനിൽ അക്കര, P. കൃഷ്ണദാസ്, NM Pearson ചർച്ചയിൽ പങ്കെടുത്തതിന്.